കിച്ചണിലങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ എന്തുണ്ടാക്കുന്നതായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച മക്രോണി ഉണ്ടാക്കാന്ന് കേട്ടോ. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉപ്പിട്ടു, എണ്ണയിട്ടു, എല്ലാം ഇട്ട് ഗ്യാസിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മക്രോണി ഇട്ടു, അതങ്ങോട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ ഈ പണിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം മക്രോണിയൊക്കെ. പിന്നെ നമ്മൾ മസാലയിലേക്ക് പോകേണ്ടതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനെ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ച ചിക്കനിലോട്ടേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനം ഇട്ട് വഴറ്റി കൊടുക്കും. പിന്നെ ഉള്ളി പൊരിഞ്ഞ് വരുന്നതിലേക്ക് നമുക്ക് കുരുമുളകും കുറച്ച് മസാല ചേരുവകളൊക്കെ, അതായത് ചിക്കൻ മസാലയും ഷുഗർ മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാനിൽ തന്നെ നമ്മൾ മസാല മാറ്റിയിട്ട് വേറെ ആ പാനിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിക്കൻ അതിലേക്ക് ഫ്രൈ ചെയ്ത് നല്ല വെന്ത് വന്നിട്ട് അടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മക്രോണിയില്ലേ, അത് ഇതിലേക്ക് നല്ലപോലെ തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മളെ സ്വാദിഷ്ടമായ മക്രോണി ഗൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം. അടുത്ത വീഡിയോ കിടന്നവരേക്കും ടാറ്റാ. കിച്ചൺ